ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശരണ്യ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു പുളിശ്ശേരി ആട്ടോ. ജസ്റ്റ് 5 മിനിറ്റ്സിൽ എങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഞാൻ ഗ്രീൻ വാലിയുടെ നാച്ചുറൽ യോഗട്ട് ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്, കുറച്ച് വെള്ളവും ചേർക്കുന്നുണ്ട്. സാധാ വാട്ടർ ആട്ടോ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് അറിയാമല്ലോ, കുറുകിയിരിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. ഒത്തിരി വെള്ളം കൂടി പോകരുത്. ഞാൻ എടുത്തിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. ഉപ്പും ആ വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. യോഗട്ടുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്രീൻ വാലിയുടെ യോഗട്ട് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പുളിപ്പുണ്ട്. അപ്പം ഇത് ആൾഡിയിലൊക്കെ ആണെങ്കിൽ കിട്ടും. ഗ്രീൻ വാലിയുടെ നാച്ചുറൽ യോഗട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പുളിശ്ശേരിയുടെ ആ ഒരു പുളിപ്പ് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവോളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞത്, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് വേണം. പിന്നെയാണെങ്കിൽ ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 1 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഈ രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. പാത്രം ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിന് പുളിശ്ശേരി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ ആയിരിക്കും നല്ല കേട്ടോ. അതിനുശേഷം 1-2 സ്പൂണ് കടുകിടുക. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവ ആദ്യം ഇടണം, പിന്നെ ജീരകം, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും. ഈ രീതിയിൽ അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. 1-2 മിനിറ്റ് വരണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വരട്ടിയെടുക്കുക. നമുക്ക് ഗ്രീൻ ചില്ലി ഇല്ലാതെ എങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കാം കേട്ടോ. കാരണം ഇവിടെ ഗ്രീൻ ചില്ലി വേണമെങ്കിൽ ഇന്ത്യൻ ഷോപ്പിൽ പോയി വാങ്ങിക്കണം. അപ്പോൾ എനിക്കത് എപ്പോഴും അവൈലബിൾ ആവത്തില്ല. വാങ്ങിച്ചു വെച്ചാലും പെട്ടെന്ന് തീർന്നു പോകും. അതിനുശേഷം ഈ കടുക് പൊട്ടിച്ചതെല്ലാം കൂടെ ഈ മോരിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യം ചിലപ്പോൾ ആ ഒരു കളറൊന്നും, മഞ്ഞൾപ്പൊടിയുടെ ആ കളറൊന്നും മോരിനകത്തോട്ട് പിടിക്കില്ല. പതുക്കെ അത് ഇരുന്ന് ആ കളറെല്ലാം കൂടെ പിടിച്ച് നമ്മൾ സാധാരണ പുളിശ്ശേരിയുടെ നല്ല ഒരു മഞ്ഞ കളറിൽ വരും കേട്ടോ. അപ്പം ഇത് നമ്മൾ സാധാരണ ചെയ്യാറ് നേരെ തിരിച്ച് ഈ മോര് ഈ കടുക് പൊട്ടിച്ചതിനകത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചെറുതായിട്ട് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ അങ്ങനെ ചൂടാക്കാറില്ല. ഞാനിങ്ങനെ കടുക് പൊട്ടിച്ച് മോരിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് പോലും വേണ്ട. ഒന്ന് റെഡിയാക്കി നോക്കണേ.